ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 ചാപ്റ്റർ 4 സോഷ്യൽ സ്റ്റഡീസ് ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ് എന്ന ചാപ്റ്ററാണ്. ഇന്ന് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് വയലാർ രാമവർമ്മ എഴുതിയ ഭൂമി സനാതയാണ് എന്ന പോയത്തിലെ 4 വരികളാണ്. ആ കവിതയിലെ 4 വരികൾ നമുക്കൊന്ന് നോക്കാം. സൂര്യനിൽ നിന്നൊരു ചുടുതീക്കുടമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തു കിടന്നു മയങ്ങി ഉണർന്നവളല്ലോ ഭൂമി, വായുവിലീറൻ ജീവകണങ്ങളെ വാരിച്ചൂടിയ ഭൂമി. അപ്പോൾ ഈ ഭൂമിയെക്കുറിച്ചാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. സൂര്യനിൽ നിന്ന് ചൂട് തീയായിട്ടുള്ള ഒരു തീക്കുടം, അതായത് ഒരു തീയുടെ കഷ്ണം വന്നു ശൂന്യാകാശത്തിൻ്റെ സ്പേസിൽ വീണിട്ട് അത് തണുത്തു ഉറഞ്ഞ് അതിൽ ജീവൻ്റെ കണങ്ങൾ ഉണ്ടായി എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നോക്കാം. Vailar Ramavarma sings that the earth, which was a fireball, fell from the sun into the pond of void and slept, lying frozen, and on waking up wrapped herself with the moist life particles. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ കവിത വായിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മീനിങ് മനസ്സിലാകും അല്ലേ. ഭൂമി തണുത്തുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ മോയിസ്റ്റ് ജലാംശങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് അത് ജീവൻ്റെ കണികകളായി മാറി. വൈ ലൈഫ് ഈസ് പോസിബിൾ ഓൺലി ഓൺ എർത്ത്. അപ്പോൾ ഭൂമിയിൽ മാത്രം എന്തുകൊണ്ടാണ് ജീവൻ്റെ അംശമുള്ളത് ഭൂമിയിൽ മാത്രമാണ്. അതെന്തുകൊണ്ടാണ്? അവർ എർത്ത് വിച്ച് ഈസ് റിച്ച് വിത്ത് അറ്റ്മോസ്ഫിയർ, വാട്ടർ ആൻഡ് ഫേവറബിൾ ക്ലൈമറ്റ് ഇസ് ദ ഓൺലി സെലസ്റ്റിയൽ ബോഡി ഇൻ ദ യൂണിവേഴ്സ് വിച്ച് ഈസ് ഫൗണ്ട് ടു സസ്റ്റെയിൻ ലൈഫ്. ഇപ്പോൾ നമുക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ട്, അന്തരീക്ഷമുണ്ട്, വാട്ടർ ഉണ്ട്, ഫേവറബിൾ ക്ലൈമറ്റ് ഉണ്ട്. സൂര്യനിൽ നിന്നും അധികം അടുത്തുമല്ല അധികം ദൂരെയുമല്ല, ആ ഒരു കറക്റ്റ് ടെമ്പറേച്ചറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. കറക്റ്റായിട്ടുള്ളൊരു പൊസിഷനിലാണ് നമ്മൾ ഭൂമി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ പ്ലാനറ്റിൽ മാത്രം ലൈഫ് ഉള്ളത്. We have become familiar with the shape, the movements and other characteristics of the earth in the previous classes. ഇപ്പം മുന്നിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭൂമിയുടെ ചലനവും ഭൂമിയുടെ ഷേപ്പും മറ്റുള്ള ക്യാരക്ടേഴ്സ്. The images of the earth captured from the space shows us a clear picture of the shape of the earth. ഇപ്പോൾ സ്പേസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് വ്യൂവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഭൂമിയുടെ ചിത്രം നമുക്കൊരു കറക്റ്റ് ഷേപ്പ് എന്താണെന്ന് കാണിച്ചു തരുന്നുണ്ടല്ലേ. ഭൂമിയുടെ കറക്റ്റ് ഷേപ്പ്. ഡസ് ദ എർത്ത് റിയലി ഹാവ് എ സ്ഫെറിക്കൽ ഷേപ്പ്? ഭൂമിക്ക് ശരിക്കും ഒരു സ്ഫെറിക്കൽ ഷേപ്പാണോ ഉള്ളത്? ഗോളാകൃതിയാണോ ഉള്ളത്? What is the shape of the earth? നമുക്കൊരു ചോദ്യം അവിടെ ചോദിക്കാം. The earth has a unique shape which is slightly flattened at the poles and slightly bulged in the middle. This shape of earth is known as geode. അപ്പോൾ ജിയോഡ് എന്നാണ് എർത്തിൻ്റെ ഷേപ്പിനെ പറയുന്ന പേര്. പോൾസിൻ്റെ ഭാഗത്ത് ഒരു സ്ലൈറ്റ്ലി ഫ്ലാറ്റൻ പരന്ന സ്ഥലവും മിഡിൽ ഭാഗത്ത് മിഡിൽ ഭാഗത്തും എങ്ങനെയാണ് ബൾജ്ഡ് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഷേപ്പുമാണ് എർത്തിന് ഉള്ളത്. അപ്പോൾ വാട്ട് ഈസ് ഗ്ലോബ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗ്ലോബ് ഈസ് ദ ട്രൂ മോഡൽ ഓഫ് എർത്ത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ആൻഡ് ടു ഡിറ്റർമൈൻ ദ ലൊക്കേഷൻ. അപ്പോൾ എന്താണ് ഒരു ഗ്ലോബ്? അപ്പോൾ ഗ്ലോബ് എന്താണ്? ഭൂമിയുടെ അതേ മോഡലായിട്ടുള്ള ഭൂമിയുടെ തന്നെ അതേ ചെറിയൊരു മോഡലാണ്. അത് നമുക്ക് എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതുമാത്രമല്ല ലൊക്കേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലേ. അതിനാണ് ഗ്ലോബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. You have become familiar with the horizontal and vertical lines on the globe in the previous classes. Let us learn more about the features of these lines. ഇപ്പോൾ നമ്മൾ ഭൂമിയുടെ ആ ഗ്ലോബ് കാണുമ്പോൾ ഗ്ലോബിൽ നമുക്ക് എങ്ങനത്തെ വരകളുണ്ട്? ഹൊറിസോണ്ടൽ വട്ടത്തിലുള്ളതും നീളത്തിലുള്ളതുമായ വരകളുണ്ട് അല്ലേ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇപ്പോൾ നോക്കാം. നെക്സ്റ്റ്, ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്, പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന്. ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആർ ഇമാജിനറി ലൈൻസ് ദാറ്റ് കണക്ട്സ് ദ പോയിൻറ്റ്സ് വിത്ത് ദ സെയിം ആംഗുലർ ഡിസ്റ്റൻസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ ഇക്വേറ്റർ വിത്ത് റെഫറൻസ് ടു ദ എർത്ത്സ് സെൻറ്റർ. These are longitudinal circles that are drawn parallel to the equator on the earth's surface. ഇപ്പോൾ ഭൂമിയുടെ ചുറ്റിനുമുള്ള ഇമാജിനറി സാങ്കല്പിക രേഖകളാണ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഈ സാങ്കല്പിക രേഖകൾ എങ്ങനെയാണ് വരച്ചത്? ഭൂമിയുടെ സെൻറ്റർ, ഭൂമിയുടെ ഏറ്റവും അകക്കാമ്പിനെ
സെൻറ്റർ ആയിട്ടെടുത്ത് അവിടെ നിന്ന് ആംഗുലർ മെഷർമെൻറ്റ്സ്, ആംഗുലർ ഡിസ്റ്റൻസ്, അതായത് ആംഗിൾസ് മാർക്ക് ചെയ്തു. ഒരു പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ എങ്ങനെയാണ് കോണുകൾ മാർക്ക് ചെയ്യുക, അതുപോലെ ഭൂമിയുടെ സെൻറ്റർ പാർട്ട്, ഉള്ളിലുള്ള അകക്കാമ്പ് സെൻറ്റർ പോയിൻ്റായിട്ട് എടുത്തിട്ട് മിഡിൽ പോയിൻ്റായിട്ട് എടുത്ത് നമ്മൾ അവിടെ നിന്ന് എന്ത് മാർക്ക് ചെയ്യുന്നു, ആംഗിൾസ് മാർക്ക് ചെയ്യുന്നു. Observe figure 4.1 and find out the largest circle of latitude. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഏതാണ്? 0 ഡിഗ്രി കാണിച്ചിരിക്കുന്ന ലാറ്റിറ്റ്യൂഡാണ് അല്ലേ, അതാണ് ഇക്വേറ്റർ. ആ 0 ഡിഗ്രി കാണിച്ചിരിക്കുന്നതാണ് ഭൂമധ്യരേഖ. ഭൂമിയുടെ മധ്യത്തിലുള്ള സാങ്കല്പിക രേഖയാണ് ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ. ഒബ്സർവ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഡ്രോൺ ടു ദ നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ ഓൺ ദ ഗ്ലോബ്. ആർ ഓൾ ദ സർക്കിൾസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഈക്വൽ ഇൻ സൈസ്? ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ ഭൂമധ്യരേഖയുടെ മുകളിലും താഴെയുമുള്ള ഭാഗങ്ങൾ സർക്കിൾസ് ഒന്ന് നോക്കാനാണ്. ആ സർക്കിൾസൊക്കെ സെയിം ആണ്, ഒരുപോലെയാണോ, അതിൻ്റെയൊക്കെ അളവുകൾ ഒരുപോലെയാണോ? അല്ല, വ്യത്യാസമുണ്ട് അല്ലേ. We can see that as we move from the equator towards the poles, the circle of latitudes gets smaller in size. ഇപ്പോൾ നമ്മൾ ഭൂമിയെ ഇങ്ങനെ മുറിച്ച് പോവുകയാണെങ്കിൽ മേലേക്ക് പോകുമ്പോഴും താഴേക്ക് വരുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? ഭൂമിയുടെ ആ അളവ് ചെറുതാകുന്നുണ്ട്. നമ്മൾ വരച്ച സർക്കിളിൻ്റെ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ അളവുകൾ ചെറുതാകുന്നുണ്ട്. ഇനി ഷാൽ വി ഡ്രോ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്? ഇനി നമുക്ക് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഒന്ന് വരച്ചാലോ? കട്ട് എ റബ്ബർ ബോൾ വിച്ച് ഇസ് നോട്ട് ഹോളോ ഇൻറ്റു 2 halves. ഒരു അകം പൊള്ളയല്ലാത്തൊരു റബ്ബർ ബോൾ എടുക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു നാരങ്ങ എടുത്ത് കട്ട് ചെയ്താലും മതി. ആ നാരങ്ങ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് എന്ത് മാർക്ക് ചെയ്യണം? മാർക്ക് ആംഗുലർ മെഷേഴ്സ് ഫ്രം 0 to 90 ഓൺ ബോത്ത് ഹാഫ്സ് ആസ് ഷോൺ ദ പിക്ചർ. 0 നിന്ന് ആ സെൻറ്റർ പോയിൻറ്റിനെ എടുക്കുക. സെൻറ്റർ പോയിൻ്റ് എടുത്തിട്ട് ആ സെൻറ്റർ പോയിൻറ്റിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് 0 മുതൽ 180 ഡിഗ്രി വരെ അല്ലെങ്കിൽ 0 മുതൽ 90 ഡിഗ്രി വരെ അവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ലൈൻസ് എല്ലാം ആ ബോളിൻ്റെ പുറത്ത് കൂടി വരയ്ക്കുക. മാർക്ക് ചെയ്ത ലൈൻസ് ബോളിൻ്റെ പുറം വശത്ത് കൂടി വരയ്ക്കുക. ഡ്രോ ലൈൻസ് ബേസ്ഡ് ഓൺ ദ ആംഗുലർ മെഷേഴ്സ് ആൻഡ് ജോയിൻ ദം അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഹാഫ് ആസ് സീൻ ഇൻ ദ പിക്ചർ. നൗ എക്സ്റ്റെൻഡ് ദീസ് ലൈൻസ് ടു ദ സർഫസ് ആൻഡ് ജോയിൻ ദ equal angular measures. Then draw lines on the other half as well. Paste the 2 halves back together. You will get a ball with lines of latitude. ഇനി രണ്ട് ഭാഗങ്ങളിലും ഇതുപോലെ ആംഗിൾസ് എടുത്തിട്ട് ലൈൻസ് വരയ്ക്കുക, എന്നിട്ട് അത് കൂട്ടി യോജിപ്പിക്കുക. ഇപ്പം നമുക്ക് എന്ത് കിട്ടും? ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് കിട്ടും. നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്? അപ്പോൾ ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷനാണ് വാട്ട് ആർ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്നുള്ളതിൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് പേജിൽ എക്സ്പ്ലെയിൻ ദ 2 ഹെമിസ്ഫിയേഴ്സ്. അത് ഞാൻ അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളതാണ്. ബേസ്ഡ് ഓൺ ദ ഇക്വേറ്റർ ദ എർത്ത് ക്യാൻ ബി ഇമാജിൻഡ് ആസ് 2 ഹെമിസ്ഫിയേഴ്സ്. ഇപ്പോൾ ഇക്വേറ്ററിനെ നടുഭാഗമായി കണക്കാക്കി അതിനെ നമുക്ക് 2ആയി മുറിക്കാം. ഭൂമിയെ നമുക്ക് 2ആയി മുറിക്കാം. ഹെമിസ്ഫിയേഴ്സ് ഒരു 2 ഹെമിസ്ഫിയേഴ്സ് ആക്കാം, അതായത് ഗോളങ്ങളാക്കാം. ദ ഹെമിസ്ഫിയേഴ്സ് ദാറ്റ് ലൈസ് ടു ദ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ഇസ് കോൾഡ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹെമിസ്ഫിയറിനെ നമ്മൾ എന്ത് പറയും? നോർത്തേൺ ഹെമിസ്ഫിയർ. ആൻഡ് ദ ഹെമിസ്ഫിയർ ദാറ്റ് ലൈസ് ടു ദ സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ ഇസ് കോൾഡ് ദ സൗത്തേൺ ഹെമിസ്ഫിയർ. ഇക്വേറ്ററിൻ്റെ താഴേക്കുള്ള ബോട്ടം ഭാഗത്ത്, അതായത് സൗത്ത് ഭാഗത്തുള്ള ഹെമിസ്ഫിയറിനെ എന്ത് പറയും? സദൺ ഹെമിസ്ഫിയർ എന്ന് പറയും. ഇനി ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇനി ഗ്ലോബിൽ നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ടേബിൾ കംപ്ലീറ്റ് ആക്കുക. continents in the northern hemisphere, continents in the southern hemisphere, continents spread across both the hemispheres. ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള കോണ്ടിനെൻറ്റ്സ് ഏതെല്ലാമാണ്? സദേൺ ഹെമിസ്ഫിയറിലെ കോണ്ടിനെൻറ്റ്സ് ഏതെല്ലാമാണ്? രണ്ടിലും കൂടി സ്പ്രെഡായി കിടക്കുന്ന കോണ്ടിനെൻറ്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും എഴുതുക. ഇപ്പോൾ ഏഷ്യ നോർത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്, സദേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്. ഏഷ്യയുടെ കുറച്ച് ഒരു സ്മോൾ പോർഷൻ സദേൺ ഹെമിസ്ഫിയറിലേക്കും വരുന്നുണ്ട്. നോർത്ത് അമേരിക്ക, യൂറോപ്പ്, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അപ്പോൾ ഇതിനകത്ത് സൗത്ത് അമേരിക്കയുടെയും ഏഷ്യയുടെയും കുറച്ച് ഭാഗങ്ങൾ 2 ഹെമിസ്ഫിയറിലും കൂടിയാണ് കിടക്കുന്നത്. ഏഷ്യയുടെ കുറച്ച് ഭാഗം നോർത്തിലും ഉണ്ട്, കുറച്ച് ഭാഗം സൗത്തിലും ഉണ്ട്. സൗത്ത് അമേരിക്കയുടെ നോർത്തേൺ പോർഷൻ നോർത്ത് ഹെമിസ്ഫിയറിലും സദേൺ പോർഷൻ സൗത്ത് ഹെമിസ്ഫിയറിലാണ് കിടക്കുന്നത്. ഇനി ആഫ്രിക്കയുടെ മുഴുവനായിട്ടും താഴെയാണ് കിടക്കുന്നത്. You have noticed that the circles of latitudes become smaller in size as we move from equator towards the north and the south, haven't you?
it can be seen that latitudinal circles gradually decreases in size and end at 90-degree point in the north and 90-degree point in the south. The 90-degree latitude in the north is called the North Pole, and the 90-degree latitude in the south is the South Pole. Latitudes in the north of the equator are called northern latitudes, and those in the south are called southern latitudes. അപ്പോൾ മുകളിൽ നോർത്തേൺ പാർട്ടിലുള്ള ലാറ്റിറ്റ്യൂഡിനെ നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്നും നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്നും സൗത്ത് പാർട്ടിലുള്ള ലാറ്റിറ്റ്യൂഡ്സിനെ സദേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് പറയുന്നത്. ഈ നമ്മൾ ഈ ലൈൻസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വരുമ്പോൾ 90-ഡിഗ്രിയുടെ പോയിന്റിൽ ഉള്ള പാർട്ടിനെ പറയുന്ന പേരാണ് നോർത്ത് പോളെന്നും 90-ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ വരുന്ന സൗത്ത് പാർട്ടിലെ പോയിന്റിനെ പറയുന്ന പേരാണ് സൗത്ത് പോളെന്നും. നമ്മൾ ബോൾ കട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ, നടുവേ കട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന പോയിന്റ്സ് ആണ് ഇത്. Observe the North Pole and South Pole in the picture. If a straight line is imagined through the center of the earth connecting the poles, that is the earth's axis. ഇനി ഇപ്പോൾ നമ്മൾ ഈ പിക്ചർ 4.4ൽ സൗത്ത് പോളിനെയും നോർത്ത് പോളിനെയും കണ്ടു. ഈ നോർത്ത് പോളും സൗത്ത് പോളും കൂടി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ, ഒരു ഇമാജിനറി ലൈൻ, ഒരു സാങ്കല്പിക രേഖ വരച്ചാൽ അത് രണ്ടും ആ സാങ്കല്പിക രേഖയെയാണ് എർത്തിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്, അച്ചുതണ്ട്, എർത്തിൻ്റെ ആക്സിസ്. ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ദിസ് ഇമാജിനറി ആക്സിസ്. ഈ ഒരു സാങ്കല്പിക അച്ചുതണ്ടിലാണ് ഈ ഭൂമി കറങ്ങുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദിസ് ആക്സിസ് ഈസ് ഇൻലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 23 ഡിഗ്രി ഫ്രം ദ പെർപെൻഡിക്കുലർ ടു ദ ഓർബിറ്റൽ പ്ലെയിൻ. ഇപ്പോൾ ഈ പെർപെൻഡിക്കുലർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മൾ നോർമൽ നമ്മുടെ തിരശ്ചീനമായിട്ടുള്ളൊരു രേഖ, അതിൽ നിന്നും 23.5 ഡിഗ്രി ചരിഞ്ഞിട്ടാണ് ഈ ഒരു എർത്തിൻ്റെ ആക്സിസ് വന്നിട്ടുള്ളത്. ഈ പിക്ചർ ഫിഗർ 4.5ലും 5Aയിലും 4.5Bയിലും കാണിച്ചിരിക്കുന്നത് ആ ഒരു പെർപെൻഡിക്കുലർ പ്ലെയിൻ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്നും 23 ഡിഗ്രി മാറിയിട്ടാണ് എന്തുള്ളത്, നമ്മുടെ ആക്സിസ് ഉള്ളത്, അത് കാണിച്ചിട്ടുണ്ട്. ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഭൂമിക്കൊരു ചരിവുണ്ടെന്ന് എപ്പോഴും പറയാറില്ലേ, അപ്പോൾ ആ ചരിവ് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ്, ഒബ്സർവ് 4.5A ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഓഫ് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എഴുതുക. ഇക്വേറ്റർ 0 ഡിഗ്രി, ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 നോർത്ത്, Tropic of Capricorn 23 degree south, Arctic Circle 66 degree north, Antarctic Circle 66 degree north south, Arctic Circle, Antarctic Circle. What are lines of longitudes? അത് അവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. What are lines of longitudes or meridians of longitudes? Imaginary lines drawn on the surface of the earth connecting the North Pole and the South Pole with reference to Earth's center is called the lines of longitude. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാങ്കല്പിക രേഖ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് വരച്ചാൽ ആ വരകളെ പറയുന്ന പേരാണ് ലൈൻസ് ഓഫ് ലോങ്ജിറ്റ്യൂഡ് എന്നുള്ളത്. ദീസ് ആർ സെമി സർക്കിൾസ് ഓഫ് ദ സെയിം സൈസ്. ഇതെല്ലാം എങ്ങനെയാണ്, സെയിം ഒരേ അളവുള്ള സെമി സർക്കിൾസ് ആണ്. ടൈം ഓൺ ദ എർത്ത് ഈസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ദ ലൈൻസ് ഓഫ് ലോങ്ജിറ്റ്യൂഡ്. ഇപ്പോൾ നമ്മൾ ഭൂമിയിലുള്ള സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ലൈൻസ് ഓഫ് ലോങ്ജിറ്റ്യൂഡ് വെച്ചിട്ടാണ്. 0 degree longitude and 180 degree longitude are important longitudinal lines. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ഏതെല്ലാമാണ്? 0 degree longitude-ഉം 180 degree longitude-ഉമാണ്. Imagine that longitudinal lines are drawn at 1 degree interval connecting both poles. Then we can draw 360 longitudinal lines. അപ്പോൾ നമ്മൾ ഒന്ന് സങ്കല്പിക്കുക, ഒരു ഡിഗ്രിയുടെ വ്യത്യാസത്തിലാണ് നമ്മൾ ഒരു ലോങ്ജിറ്റ്യൂഡിനൽ ലൈൻ വരക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ലൈൻസ് വരക്കാൻ പറ്റും? 360 ലൈൻസ് വരക്കാൻ പറ്റും. കാരണം ഒരു സർക്കിളിൻ്റെ മൊത്തം അളവെന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഒരു ഹാഫ് സർക്കിൾ 180 ഡിഗ്രിയും ഒരു ഫുൾ സർക്കിൾ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഒരു ബോൾ എടുക്കുക. ഡ്രോ ദ ലൈൻസ് ഓഫ് ലോങ്ജിറ്റ്യൂഡ് ഓൺ എ ബോൾ ആൻഡ് മാർക്ക് ദ മെഷർമെൻറ്റ്സ് ജസ്റ്റ് ആസ് യു ഡ്രോ ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ ഒരു ബോൾ എടുക്കുക, അത് കട്ട് ചെയ്യുക, നടുവേ വെച്ച് കട്ട് ചെയ്യുക. നേരത്തെ നീളത്തിൽ കട്ട് ചെയ്താൽ ഇതിപ്പോൾ വട്ടത്തിൽ
ആണ് ഹൊറിസോണ്ടലി കട്ട് ചെയ്തിട്ട് അതിനകത്ത് പ്രൊട്രാക്ടർ വെക്കുക. എന്നിട്ട് 180 ഡിഗ്രി വരെ മാർക്ക് ചെയ്യുക. 180 ഡിഗ്രി വരെ മാർക്ക് ചെയ്തിട്ട് ആ ലൈൻസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ബോളിൻ്റെ പുറത്തു കൂടി വരച്ച് ജോയിൻ ചെയ്യുക. 2 ബോളിൻ്റെ പാർട്ടുകളും കൂടി ജോയിൻ ചെയ്ത് വെക്കുക. Observe the figure 4.6 and 4.7. Haven't you noticed the 0-degree line of longitude is called the prime meridian? Since this line passes through Greenwich near London, this line is also called Greenwich meridian. അപ്പോൾ 0-degree ലോങ്ജിറ്റ്യൂഡ് പാസ് ചെയ്യുന്നത് ലണ്ടനിൽ കൂടി ആയതുകൊണ്ട്, ഗ്രീനിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി ആയതുകൊണ്ട് അതിനെ ഗ്രീനിച്ച് മെറിഡിയൻ എന്ന് പറയാറുണ്ട്. പ്രൈം മെറിഡിയൻ എന്നും മറ്റൊരു പേരുണ്ട്. ദ ലോങ്ജിറ്റ്യൂഡിനൽ ലൈൻ ഡ്രോൺ ഓപ്പോസിറ്റ് ടു 0-degree ലോങ്ജിറ്റ്യൂഡ് ലൈൻ ഈസ് 180-degree ലോങ്ജിറ്റ്യൂഡിനൽ ലൈൻ. ബേസ്ഡ് ഓൺ ദിസ് the international date line has been drawn. അപ്പോൾ ഈ ഒരു 0-degree ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് 180-degree ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ. ഈ 180-degree ലൈനിനെ പറയുന്ന പേരെന്താണ്? ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാണ് പറയുന്നത്. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. നമ്മുടെ ഗ്ലോബിൽ നമ്മൾ മനസ്സിലാകുന്നതിന് വേണ്ടി മാത്രമാണ് 4.6-ൽ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. Find out the reason. Based on prime meridian, the earth can be divided into the eastern hemisphere and western hemisphere. The longitudinal lines to the east of prime meridian is called the eastern longitudes, and those to the west are called the western longitude. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഡാറ്റ ലൈൻ സിഗ്സാഗ് ആയിട്ട് കിടക്കുന്നത്? അപ്പോൾ ദ IDL, അതായത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, ഈസ് സിഗ്സാഗ് ടു അവോയ്ഡ് ഡിവൈഡിങ് കൺട്രീസ് ആൻഡ് ഐലൻഡ്സ് ദാറ്റ് ആർ ഇൻ സെയിം പൊളിറ്റിക്കൽ എക്കണോമിക് ബൗണ്ടറി ഇൻ സെയിം ടൈം സോൺ. അപ്പോൾ ഒരേ പൊളിറ്റിക്കലും എക്കണോമിക്കലും ഒക്കെ ആയിട്ട് ഒരേപോലെ ഇരിക്കുന്ന രാജ്യങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഒരേ ടൈം സോണിൽ, ഒരേ സമയത്തിൻ്റെ സോണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിഗ്സാഗ് ആക്കി എടുത്തിരിക്കുന്നത്. ദ സെയിം കാലണ്ടർ ഡേ ആൻഡ് അവോയ്ഡ് കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം GMT എന്ന് പറഞ്ഞിട്ട് നമ്മളത് നോക്കാറില്ലേ, ഫോണിലൊക്കെ നമ്മൾ കാണൂലേ, ടൈം സെറ്റ് ചെയ്യണ സമയത്ത് GMT പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഈ ഗ്രീൻവിച്ച് മീൻ ടൈമും അതുപോലെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനും നോക്കിയിട്ടാണ് നമുക്ക് ഓരോ കോണ്ടിനെൻസിലും ഓരോ കൺട്രീസിലും നമുക്ക് ടൈം കറക്റ്റ് ആക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ റീസൺ ബേസ്ഡ് ഓൺ ദ പ്രൈം മെറിഡിയൻ. ഇനി പ്രൈം മെറിഡിയനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭൂമിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേർട്ടിക്കലി ഡിവൈഡ് ചെയ്യാം. വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും പറഞ്ഞിട്ട് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. Observe figure 4.8. Identify western hemisphere and eastern hemisphere. With the help of a globe, identify the position of the following countries in their respective hemisphere and write them against each country. ഇപ്പോൾ നമുക്ക് താഴെ 4 കൺട്രീസ് തന്നിട്ടുണ്ട്. അത് എവിടെയൊക്കെയാണ്? ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണോ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലാണോ എന്ന് കണ്ടുപിടിക്കുക. ഇന്ത്യ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വെസ്റ്റേൺ ഹെമിസ്ഫിയർ, Brazil Western Hemisphere, Indonesia Eastern Hemisphere. We are now familiar with the latitudinal and longitudinal lines. The exact location of a place, a region, or an object on the earth is determined based on latitudinal and longitudinal lines. അപ്പോൾ നമ്മളിപ്പോൾ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസും ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസും എങ്ങനെയാണ് വരക്കുന്നത്, അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്നൊക്കെ നമുക്ക് മനസ്സിലായില്ലേ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഒരു കൺട്രിയുടെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. ഒരു കൺട്രിയുടെയോ അല്ലെങ്കിൽ ഒരു പ്ലേസിൻ്റെയോ ഒക്കെ എക്സാക്ട് ലൊക്കേഷൻ. ലുക്ക് അറ്റ് ദ ഇലിസ്ട്രേഷൻ ഓഫ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. This is a network of line of latitudes and longitudes. We can see the network of latitudinal and longitudinal lines on map and atlas. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഗ്രാറ്റിക്യൂൾ എന്ന് പറഞ്ഞ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡും ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സിനും നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? മാപ്പിലും അറ്റ്ലസിലും ഒക്കെ കാണാൻ സാധിക്കും. Observe the picture. Identify the location of India with reference to the latitudinal and longitudinal lines and list them. ഇനി നമുക്ക് താഴെ ഇന്ത്യയുടെ മാപ്പ് ഇന്ത്യ തന്നിട്ടുണ്ട്, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കുക. ലാറ്റിറ്റ്യൂഡ് ഏതാണ്? 38 ഡിഗ്രി നോർത്തും 8 ഡിഗ്രി നോർത്തുമാണ്. ലോഞ്ചിറ്റ്യൂഡ് 68 ഡിഗ്രി ഈസ്റ്റ് ടു 98 ഡിഗ്രി ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ ആ ഒരു ലൊക്കേഷൻ വരുന്നത്. ഇനി മാപ്പ് പ്രൊജക്ഷനാണ് നെക്സ്റ്റ്. വിൽ ദ ഗ്ലോബ് alone be enough for a close study of characteristics of the earth's surface? അപ്പോൾ ഇനി ഗ്ലോബ് മാത്രം മതിയോ നമുക്ക് ഇന്ത്യനെ പറ്റി അല്ലെങ്കിൽ ഒരു കൺട്രീനെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ മുഴുവനായിട്ടുള്ളൊരു ജോഗ്രഫിക് ഫീച്ചേഴ്സ് പഠിക്കാൻ വേണ്ടി മാപ്പ് മാത്രം മതിയോ?
ഗ്ലോബ് മാത്രം മതിയോ? ഇല്ല. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് ഹെൽപ്സ് us to determine the location of India on Earth. This network of latitudes and longitudes provide the framework for map making. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആണ് നമുക്ക് മാപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി തരുന്നത്. യു മേ ബി അവെയർ ദാറ്റ് എ മാപ്പ് ഈസ് എ ഡിപ്പിക്ഷൻ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് എർത്ത് സർഫസ് ഓൺ എ ഫ്ലാറ്റ് സർഫസ്. ഇപ്പോൾ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ഒരു ഭാഗത്തിന് നമ്മളൊരു ഫ്ലാറ്റ് സർഫസിലേക്ക് മാറ്റുന്നതിനെയാണ് മാപ്പ് എന്ന് പറയുന്നത്, അല്ലേ? Though the surface of the earth is curved, the map has to be made on a flat surface. ഇപ്പോൾ സർഫസ് ഓഫ് എർത്ത്, ഭൂമിയുടെ ഉപരിതലം വളഞ്ഞിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് ഒരു ഫ്ലാറ്റ് സർഫസിലാണ്, ഒരു പരന്ന പ്രതലത്തിലാണ് നമുക്ക് ഈ മാപ്പ് വരയ്ക്കേണ്ടത്. ഡ്രോയിങ് ദ ഫീച്ചേഴ്സ് ഓഫ് സ്ഫെറിക്കൽ സർഫസ് ഓൺ എ ഫ്ലാറ്റ് സർഫസ് ഈസ് എ മേജർ ചലഞ്ച് ഇൻ കാറ്റോഗ്രഫി. ഇപ്പോൾ കാറ്റോഗ്രഫി എന്നാണ് മാപ്പ് മേക്കിങ്ങിനെ പറയുന്ന പേര്. ഇപ്പോൾ സ്റ്റഡി ഓഫ് മാപ്സ് കാറ്റോഗ്രഫിയാണ്. ഈ കാറ്റോഗ്രഫീൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വളഞ്ഞിരിക്കുന്ന ഒരു പ്രതലം അല്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ ഷേപ്പിലായിട്ടുള്ള ഒരു പ്രതലത്തിന് നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫസിലേക്ക് വരയ്ക്കണം. ഹൗ ക്യാൻ വി മേക്ക് എ മാപ്പ് ബൈ ഫ്ലാറ്ററിങ് എ ഗ്ലോബ്? ഇപ്പോൾ ഒരു ഗ്ലോബിന് നമ്മളെടുത്ത് അടിച്ച് പരത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒരു കറക്റ്റ് മാപ്പായിട്ട് കിട്ടുമോ? ഇല്ല. പല സ്ഥലങ്ങളും എന്ത് ചെയ്യും? പൊട്ടിപ്പോകും, അല്ലേ? പല സ്ഥലങ്ങളും പൊട്ടിപ്പോകും, പല സ്ഥലങ്ങളിലും ചുളിവുകൾ വീഴും. നമ്മളതൊരു ഫ്ലാറ്റ് സർഫസിൽ വരച്ചാൽ തന്നെ അവിടെ ചുളിവുകളും മടക്കുകളും ഒക്കെ ഉണ്ടാകും, ഇല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഒന്ന് കറക്റ്റായിട്ട് വരക്കാൻ പറ്റുക? യു ക്യാൻ സീ ദാറ്റ് ദ പോളർ റീജിയൻസ് ആൻഡ് സം കോണ്ടിനെൻറ്റ്സ് ഗോട്ട് കട്ട് വെൻ ദ ഗ്ലോബ് വാസ് മെയ്ഡ് ഫ്ലാറ്റ്. ഇഫ് യു മേക്ക് എ മാപ്പ് ബൈ ഫ്ലാറ്റനിങ് ദ ഗ്ലോബ് ലൈക്ക് ദിസ്, വി വുഡ് ഗെറ്റ് എ ഡിസ്റ്റോർട്ടഡ് മാപ്പ്. കവർ ദ ഗ്ലോബ് യൂസിങ് എ ട്രേസിംഗ് പേപ്പർ ആൻഡ് ട്രൈ ടു ഡ്രോ ദ കോണ്ടിനെൻറ്റ്സ്. വോണ്ട് വി ഗെറ്റ് എ ഡിസ്റ്റോർട്ടഡ് മാപ്പ് full of wrinkles and folds? How can we make a map without such flaws? By copying the features of the globe surface, which is spherical, onto a flat surface. For this, the method is called the map projection is used. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പേപ്പർ എടുത്തിട്ട്, ട്രേസിങ് പേപ്പർ എടുത്ത് ഗ്ലോബിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ട്രേസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ട്രേസ് ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമോ? ഇല്ല. നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്നെങ്കിൽ ചുളുങ്ങിപ്പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ മാപ്പിനെ കറക്റ്റായിട്ട് ഒരു പേപ്പറിലേക്ക് വരക്കുന്നതിന് പറയുന്ന പേരാണ് മാപ്പ് പ്രൊജക്ഷൻ എന്ന്. മാപ്പ് പ്രൊജക്ഷനിൽ കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് മാപ്പ് പ്രൊജക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ചോദിക്കാം. മാപ്പ് പ്രൊജക്ഷൻ ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് ദ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്സ്, that is the graticule, is scientifically transferred to a flat surface. The traditional method of map projection is drawing the lines of latitude and longitude, the other geographical features on the flat surface by placing a light source inside a transparent globe. അപ്പോൾ ഇതെന്താണ് നമ്മൾ പറയുന്നത്? ഇതൊരു ട്രഡീഷണൽ മെത്തേഡാണ്, പണ്ട് കാലം തൊട്ട് പ്രാക്ടീസ് ചെയ്ത് വരുന്നൊരു മെത്തേഡാണ്. നമ്മളിതിനെന്താ ചെയ്യുന്നത്? ഒരു ലൈറ്റ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലോബിൻ്റെ ഉള്ളിൽ വെക്കും. എന്നിട്ടാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഷാൽ വി see how it is done? Keep a glass jar upside down. Draw lines of latitudes and longitude on the surface of the jar using a marker as shown in the picture. Place a developable surface on this glass jar. Now place a light source inside the jar. What do you see? You can see the shadow of the lines of latitude and longitude drawn on the jar is cast on the flat surface. Now draw this graticule on the flat surface. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഗ്ലാസ് ജാർ എടുക്കുക, കമത്തി വയ്ക്കുക. എന്നിട്ട് നമ്മൾ മാർക്കർ കൊണ്ട് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് സോഴ്സ് വെക്കുക, ഒരു ഫ്ലാറ്റ് സർഫസ് അതിൻ്റെ പുറകിൽ വെക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും നമുക്ക് ആ ഒരു ഫ്ലാറ്റ് പേപ്പറിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ലൈൻസ് നമ്മൾ അതിൽ വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഫ്റ്റർ മാർക്കിംഗ് ദ ഡിഗ്രി വാല്യൂസ് ഓഫ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്, യു ക്യാൻ മേക്ക് ദ മാപ്പ് ബൈ ഡ്രോയിങ് കോണ്ടിനെൻറ്റ്സ് ഓർ കൺട്രീസ് ബേസ്ഡ് ഓൺ ദം. In this way, the map of any region on Earth can be constructed by copying the network of latitudinal and longitudinal lines. അപ്പോൾ നമുക്ക് ഇങ്ങനെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഏത് സ്ഥലത്തിൻ്റെ മാപ്പ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ സാധിക്കും.
Next is cylindrical projection. Observe figure 4.13. A source of light is placed inside a transparent globe. A cylinder-shaped surface is placed covering the globe. Network of lines of latitudes and longitude is transferred to the cylindrical surface covering the globe. This is called a cylindrical projection. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ പേപ്പർ നമ്മൾ ഒരു സർഫസ് നമ്മൾ പുറകിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്ലോബ് ട്രാൻസ്പെറൻറ്റ് ഗ്ലോബ് വെച്ച് ലൈറ്റ് സോഴ്സ് ഉള്ളിൽ വെച്ച് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വരച്ച് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ. ദിസ് മാപ്പ് പ്രൊജക്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ എക്സാക്ട് മാപ്പിംഗ് ഓഫ് ഇക്വറ്റോറിയൽ റീജിയൻസ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രൊജക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. The map we get when the geographical features are projected on a cylindrical surface. അപ്പോൾ ഇത് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സും ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എല്ലാം വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്താണ്? 4.14 തന്നിട്ടുണ്ട്. അതാണ് നമുക്ക് കിട്ടുന്ന ഫിഗർ. സെക്കൻഡ് പ്രൊജക്ഷനാണ് സെനത്തിയൽ പ്രൊജക്ഷൻ. ഒബ്സർവ് ഫിഗർ 4.14 ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് റീജിയൻ network of latitudinal and longitudinal lines are transferred using zenithal projection. A source of light is kept at the center of the transparent globe and a flat surface is kept on the top. The network of lines of latitudes and longitudes is projected onto the flat surface when the source of light is lit. In this way, the network of lines of latitudes and longitude is prepared by using zenithal projection. Zenithal projection വെച്ചിട്ട് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ലൈൻസ് മാർക്ക് ചെയ്യുന്നത്, ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡും മാർക്ക് ചെയ്യുന്നത് ഒരു സർക്കുലർ സർഫസിലേക്കാണ്. ആ ഒരു സർഫസ് നമ്മൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നമ്മൾ മാർക്ക് ചെയ്യുന്നത് പോളാർ റീജിയൻസിൻ്റെയാണ്. മാപ്പ് ഒബ്റ്റെയിൻ വെൻ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ പോളാർ റീജിയൻസ് ആർ പ്രൊജക്റ്റഡ് ഓൺ എ ഫ്ലാറ്റ് സർഫസ്. പോളാർ റീജിയനിലുള്ള മാപ്പ് നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സെനത്തിയൽ പ്രൊജക്ഷനാണ്. നെക്സ്റ്റ് വൺ ഈസ് കോണിക്കൽ പ്രൊജക്ഷൻ. ദിസ് ഇലിസ്ട്രേഷൻ ഈസ് ഫോർ കൺസെപ്ച്വൽ ക്ലാരിറ്റി ആൻഡ് നോട്ട് അക്കോർഡിംഗ് ടു സ്കെയിൽ. അപ്പോൾ ഈ ഒരു പ്രൊജക്ഷൻ്റെ ഈ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നത് സ്കെയിൽ അനുസരിച്ചിട്ടൊന്നുമല്ല, നമുക്കൊരു കൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ദ മെത്തഡ് ഓഫ് പ്രൊജക്ഷൻ ബൈ വിച്ച് ദ നെറ്റ്വർക്ക് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ട്രാൻസ്ഫർ ടു എ കോണിക്കൽ സർഫസ്. ഒരു കോണ് പോലെയുള്ള സർഫസിലേക്ക്, പ്രതലത്തിലേക്ക് നമ്മൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ അതിന് കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയും. ദ ഷാഡോ ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് ഇസ് പ്രൊജക്റ്റഡ് ടു എ കോണിക്കൽ സർഫസ് ടു മേക്ക് ദ മാപ്പ്. ഒരു കോണിക്കൽ സർഫസിലേക്ക് കോപ്പി ചെയ്യും. ദിസ് മാപ്പ് projection is used more to make the maps of the mid-latitudinal region. ഇപ്പോൾ mid-latitudinal regions, ടോപ്പിക് ഓഫ് ക്യാൻസർ, ടോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ആ ഏരിയ കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയാണ്, മാപ്പ് വരയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കോണിക്കൽ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻ. മാപ്പ് പ്രൊജക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു കോൺസെപ്റ്റ് മാപ്പ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ സെനത്തിയൽ പ്രൊജക്ഷനാണ് തന്നിരിക്കുന്നത്. ഡെവലപ്പബിൾ സർഫസ് ഇസ് ഫ്ലാറ്റ്, മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ദ ഇലിസ്ട്രേഷൻ ഓഫ് പോളാർ റീജിയൻ. നെക്സ്റ്റ് വൺ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ. ഡെവലപ്പബിൾ സർഫസ് സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള സർഫസാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ഫോർ എക്സാക്ട് മാപ്പിംഗ് ഓഫ് ഇക്വറ്റോറിയൽ റീജിയൻസ് മാപ്പ് വരക്കുന്നതിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. കോണിക്കൽ പ്രൊജക്ഷൻ. ഡെവലപ്പബിൾ സർഫസസ് കോണിക്കൽ ഷേപ്പാണ് സർഫസ് ഉള്ളത്. യൂസ് ടു മേക്ക് മാപ്സ് ഓഫ് മിഡ് ലാറ്റിറ്റ്യൂഡിനൽ റീജിയനാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ഷൻ യൂസ് ചെയ്തിട്ട് വരക്കുന്നത്. We have become familiar with the three types of map projection, haven't we? In addition to map projection, mathematical techniques are also used to transfer geographical features to a flat surface. Nowadays, maps are being made keeping precision and accuracy with the help of innovative technologies. ഇപ്പോൾ നമുക്ക് മാപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി. ഇതല്ലാതെ ഇനിയിപ്പോൾ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് പല രീതിയിലുള്ള മാപ്പ് പ്രൊജക്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. GIS mapping initiative started in the corporation with the aim of making data collection more accurate, fast and scientific. The digitalization initiative has been started in the corporation using GIS. അപ്പോൾ GIS ഉപയോഗിച്ചിട്ടുള്ള മാപ്പ് ഡാറ്റ കളക്ഷനൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ന്യൂസ് പേപ്പറിലുള്ള ഒരു ന്യൂസാണ്. ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റ കളക്ഷനും മാപ്പ് ഉണ്ടാക്കലും ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു ന്യൂസാണ് തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കളക്ടിങ്, അനലൈസിങ് ആൻഡ് സ്റ്റോറിങ് ജോഗ്രഫിക് ഇൻഫർമേഷൻസ് ആൻഡ് പ്രസൻറ്റിങ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് മാപ്പ്, ഗ്രാഫ്സ് ആൻഡ് ടേബിൾസ് വെനെവർ നീഡഡ്. ഇപ്പോൾ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു
ഭൂമിയുടെ എല്ലാ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻസും മാപ്പായിക്കോട്ടെ അല്ലെങ്കിൽ മലകളും പർവ്വതങ്ങളും ഭൂമിയുടെ ഷേപ്പും ഒക്കെ എല്ലാം അനലൈസ് ചെയ്ത് അത് കളക്ട് ചെയ്ത് ഡാറ്റ ആക്കി സൂക്ഷിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഏത് ഡാറ്റയാണോ വേണ്ടത്, ഐദർ ഗ്രാഫായിട്ടാണോ ടേബിളായിട്ടാണോ മാപ്പായിട്ടാണോ ഏത് രീതിയിലാണ് വേണ്ടത് ആ രീതിയിൽ നമുക്ക് തരും. മാപ്സ് ആർ ഓൾസോ യൂസ്ഡ് ആസ് വൺ ഓഫ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇൻ GIS. മാപ്പുകളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് പ്രൈമറി സോഴ്സായിട്ട്. ഏറ്റവും അടിസ്ഥാന സോഴ്സുകളായിട്ട് ഉപയോഗിക്കുന്നത് മാപ്പുകളാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് മാപ്സ് ആർ കൺവേർട്ടഡ് ടു ഡിജിറ്റൽ ഫോം ബൈ ഫിക്സിങ് ദ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ പൊസിഷൻ. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ മാപ്പുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റലൈസ് ചെയ്യുന്നുണ്ട്. ഇത് കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും കിട്ടുന്ന രീതിയിലാക്കുന്നുണ്ട്. ഡാറ്റ ഈസ് കളക്റ്റഡ് ഫ്രം ദസ് ഡിജിറ്റൽ മാപ്പ് ആസ് ദ ബേസ് മാപ്പ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഈ ഡിജിറ്റൽ മാപ്പിൽ നിന്നുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യും. അതാണ് എല്ലാത്തിനുള്ള ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ മാപ്പുകളാണ്. ദിസ് ടെക്നോളജി ക്യാൻ ബി യൂസ്ഡ് ഇൻ വേരിയസ് ഫീൽഡ്സ് സച്ച് ആസ് കാറ്റോഗ്രഫി, റിസോഴ്സ് കൺസർവേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ടൂറിസം, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഒരു ടെക്നോളജി നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം? കാറ്റോഗ്രഫി, അത് മാപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. റിസോഴ്സ് കൺസർവേഷൻ, ഓരോ പ്രദേശങ്ങളിലുള്ള റിസോഴ്സുകൾ, എന്തെല്ലാം റിസോഴ്സുകളാണ് ഉള്ളത് എന്ന് നോക്കുന്നതിന് വേണ്ടിയും അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയും. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഡിസാസ്റ്റർ ഉണ്ടാകുന്നത്, ദുരിതം നിവാരണത്തിന് വേണ്ടിയിട്ട് എവിടേക്കാണ് റെഡ് സോൺ ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കാം. ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷനും ആശയവിനിമയത്തിനും അതുപോലെ ഗതാഗത സൗകര്യത്തിനും. ഇനി ലിസ്റ്റ് ദ വേരിയസ് ഡേ ടു ഡേ ഇൻസ്റ്റൻസ് ഇൻ വിച്ച് വി യൂസ് GIS. ഇപ്പോൾ GIS ഉപയോഗിക്കുന്ന കുറച്ച് സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഗൂഗിൾ മാപ്പ് നമ്മൾ നോക്കാറുണ്ട്. ഡെലിവറി സിസ്റ്റത്തിൽ നമ്മൾ അപ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്താൽ, ഓൺലൈൻ ഓർഡറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെലിവറി വരില്ലേ, അപ്പോൾ അത് GIS ഉപയോഗിച്ചിട്ടാണ് അവർ വരുന്നത്. എമർജൻസി സർവീസസ്, ഇപ്പോൾ ആംബുലൻസോ അല്ലെങ്കിൽ ഫയർ സർവീസോ ഒക്കെ നമ്മൾ വിളിക്കുമ്പോൾ അവർ GIS ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ മാർക്ക് ലൊക്കേഷൻ നോക്കി വരുന്നത്. വെതർ മാപ്പ്, വെതർ ആപ്സ്, അപ്പോൾ വെതറിൻ്റെ ആപ്പുകൾ നമ്മൾ നോക്കാറില്ലേ, മഴ എത്രയാണ്, ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെതർ നോക്കാറുണ്ടല്ലേ, അതിൻ്റെത്. സ്മാർട്ട് സിറ്റി പ്ലാനിങ്, ഒരു സ്മാർട്ട് സിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗത സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടൈം നോക്കാൻ വേണ്ടി, അതുപോലെ ഫ്ലൈറ്റ് ഇപ്പോൾ എവിടെ എത്തിയെന്ന് നോക്കാൻ വേണ്ടി. ഇപ്പോൾ ബസ്, ഒരു റെഡ് ബസ്സൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബസ് എവിടെ എത്തി, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എത്ര സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോപ്പിലെത്തും, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഈ ഒരു GIS ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നത്. ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഇത്രയും ഡെവലപ്മെൻറ്റ്സ് നമുക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു എഫക്റ്റീവായിട്ട് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ടു ഐഡൻറ്റിഫൈ ദ എക്സാക്ട് ലൊക്കേഷൻ, direction and latitude from sea level, of all natural and man-made geographical features. Geographical analysis and map reading are essential. Different maps that illustrate various water resources, forests, agricultural land, arid region, villages, towns and transport and communication facilities are being used widely in modern times. അപ്പോൾ നമുക്ക് പല മാപ്പുകളുണ്ട്. വാട്ടർ റിസോഴ്സസിൻ്റെ, റിവർ മാർക്ക് ചെയ്യുന്ന മാപ്പുകളുണ്ട്. പൊളിറ്റിക്കൽ മാപ്പ്, അതായത് ഓരോ രാജ്യത്തിൻ്റെയും അതിരുകളും അതിൻ്റെ സ്റ്റേറ്റുകളും ഒക്കെ മാർക്ക് ചെയ്യുന്ന മാപ്പുകളുണ്ട്. പിന്നെ അഗ്രികൾച്ചറൽ ലാൻഡ്സ് മാത്രം മാർക്ക് ചെയ്യുന്ന മാപ്പ്, ഫോറസ്റ്റ് മാർക്ക് ചെയ്യുന്ന മാപ്പ്, പിന്നെ അതല്ലാതെയുള്ള റിസോഴ്സസ്, മൈൻസ്, എവിടെയൊക്കെയാണ് മിനറൽസ് ഉള്ളത്, പിന്നെ റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, അതൊക്കെ എല്ലാം മാർക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. വില്ലേജസ് മാർക്ക് ചെയ്യുന്ന വില്ലേജിൻ്റെ മാത്രം മാപ്പുകൾ കിട്ടും. ഒരു ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഏതൊക്കെ സ്ഥലത്തു നിന്ന് എങ്ങോട്ടൊക്കെയാണ് നമുക്ക് ടവറുകളുള്ളത്, എവിടെയൊക്കെയാണ് റെയിൽവേ സ്റ്റേഷനുകളുള്ളത്, അതിൻ്റെയൊക്കെ മാപ്പുകൾ നമുക്ക് കിട്ടും. ദ ചേഞ്ചസ് that happens when geographical features of Earth represented on a globe are transferred to a flat surface are now familiar, isn't it? Proper map reading is essential when we use map in our daily lives. ഇപ്പോൾ മാപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? മാപ്പ് റീഡിങ് അറിയണം. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ടേബിൾ
Complete the table by finding the latitudinal and longitudinal location of the following countries. Just like India's latitudinal and longitudinal location was identified. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കണ്ടുപിടിച്ച പോലെ ഇനി ജപ്പാൻ, ശ്രീലങ്ക, ഓസ്ട്രേലിയ അതൊന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് മാർക്ക് ദ ഹെമിസ്ഫിയേഴ്സ് ടു വിച്ച് ദീസ് കൺട്രീസ് ബിലോങ് ടു. താഴെ കൊടുത്തിരിക്കുന്ന ഒരു 9 കൺട്രീസ് ഉണ്ട്. ഈ കൺട്രീസ് ഏതെല്ലാം ഹെമിസ്ഫിയറിലാണെന്നൊന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ് ഗിവൺ ബിലോ. ലാർജസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഹെമിസ്ഫിയർ ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കുറേ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനെല്ലാം ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.